ഹേ ഓൾ, അസ്സലാമു അലൈക്കും. ഐ ആം സഫീറ. ഞാൻ പല സ്ഥലത്തുനിന്നും ബീഫ് കൊണ്ടാട്ടങ്ങൾ കഴിച്ചിട്ടുണ്ട്. പലതിനും പല ടേസ്റ്റ് ആണെങ്കിലും ഒരു ഒതൻറ്റിക് ബീഫ് കൊണ്ടാട്ടം ഞാൻ ആകെ 2-3 സ്ഥലത്തു നിന്നാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ഒതൻറ്റിക് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ. അപ്പോൾ വായോ റെസിപ്പി നോക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ് വെച്ചിട്ടാണ് ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. 1.5 കിലോ ബീഫ് ഞാൻ വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ എല്ലാ പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിവർ പോർഷനും അതുപോലെ തന്നെ നെയ്യിൻ്റെ പോർഷനൊക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ബീഫ് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. നമ്മുടെ മൈൻഡിലേക്ക് ബീഫ് കൊണ്ടാട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരിക അതിൻ്റെ ഒരു സ്പൈസ് ലെവലാണ്. സ്പൈസസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഡിഷാണ് ബീഫ് കൊണ്ടാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്ലൂപ്ലൊക്കെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കാശ്മീരി ചില്ലിയൊക്കെ ഞാൻ അപ്ലൂപ്ലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെവൽ മാറ്റട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 കൈപ്പിടി നിറയെ കറിവേപ്പിൻ്റെയും ഒരു 1/3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫ് കുക്കായി വരുമ്പോൾ അത്യാവശ്യം വെള്ളം അതിൽ നിന്ന് ഇറങ്ങും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. നമുക്കൊരു 70% കുക്കായി കിട്ടിയാൽ മതി. ഇനി ആവി മുഴുവൻ പോയതിന് ശേഷം നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക്, അതായത് ബീഫിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് വറ്റിച്ചിട്ട് വേണം ഇതൊന്ന് മാറ്റിയെടുക്കാൻ. ബീഫിൻ്റെ എല്ലാ വെള്ളവും ഇത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഒഴിവാക്കരുത്, അതവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ബീഫ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടീസ്പൂൺ വിനെഗറും, പിന്നെ നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൻ്റെ സ്റ്റോക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, അതാണ് ഞാൻ മസാല ഇങ്ങനെ കൂട്ടുന്നത്. കൈ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് മസാല കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്ന് വെള്ളം കുറവാൻ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനൊരു 1/3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ആഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഇത്തിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കേക്കിലേക്കൊക്കെ ചേർക്കുന്ന കളറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ വീഡിയോ പർപ്പസിന് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അടുത്തത് നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സാധാ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽസ് ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഒരു 70% ആദ്യം തന്നെ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ 2-3 ബാച്ച് ആക്കിയിട്ടാണ് ഞാൻ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ബീഫ് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് 3 വട്ടമായിട്ട് ബീഫ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബീഫ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങയുടെ പീസ്, ചെറുതാക്കി കൊത്തിയ തേങ്ങയുടെ പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് പറയാം. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കൊണ്ടാട്ടത്തിന് കിട്ടുക. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ 2 കൊണ്ടാട്ട മുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതേപോലെ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബീഫ് കൊണ്ടാട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ബീഫ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു 1/4 കപ്പോളം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറുതാക്കി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ അതിലേക്ക് 1 കൈപ്പിടിയോളം കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യമായ ഉപ്പും, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റട്ടോ. എനിക്കിത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൃത്യം അളവ് പറയണത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും
1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂണോളം, അതായത് 1/2 കപ്പോളം ടൊമാറ്റോ സോസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിന് ടൊമാറ്റോ സോസ് ചേർക്കൽ നിർബന്ധമാണ്. ഇനി ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി അടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ 2 ടീസ്പൂണോളം സുർക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ 1 കപ്പോളം വെള്ളവും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് മുഴുവനായും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുളകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോക്കനട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുക്കാത്ത അണ്ടിപ്പരിപ്പും കൂടി ഏകദേശം ഒരു 1/4 കപ്പ്, രണ്ടും കൂടി കൂട്ടി 1/4 കപ്പ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 കൈപ്പിടിയോളം കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 1 കൈപ്പിടിയോളം മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും കൂടി കായം കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തപ്പോൾ മാറ്റി വെച്ച ബീഫ് സ്റ്റോക്കിൽ നിന്ന് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമുക്ക് സ്പൈസി ആൻഡ് ടേസ്റ്റി, എന്താ പറയുക, നമുക്ക് എങ്ങനെ പറയേണ്ടതറിയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ചോറിലോ അല്ലെങ്കിൽ ബിരിയാണിൻ്റെ കൂടെ ഇനി അല്ലെങ്കിൽ പൊറാട്ടിൻ്റെ കൂടെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.